ചേച്ചി ചോദിക്കുന്നതിന് ഉത്തരം പറയോ? ഓക്കെ, ചെറുതായിട്ടൊന്ന് വീണ്ടും ചമ്മിയിട്ടുണ്ട്. ഇന്ന് എന്റെ ഷോയിലുള്ളത് കുറച്ച് കുട്ടി സ്റ്റാർസിനെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമസ്കാരം. ഇതുകൾ പോലെ കാച്ചിൽ വന്നാൽ നെഞ്ചിൽ തൊട്ടില്ലേ. മിമ്മൂസിന്റെ ഒറിജിനൽ പേര് എന്താ? എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? എനിക്ക് തന്നെ കുറച്ച് പാടാണല്ലോ. ഈ ചേച്ചിയുടെ പേരൊന്ന് പ്രൊനൗൺസ് ചെയ്തേ. അതൊന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ പേര്. ചുണ്ടത്ത് ലിഫ്റ്റിക്ക് തേച്ചുമിനിക്ക് അത് കണ്ട് അപ്പാപ്പൻ ചീത്ത പറഞ്ഞു. നിനക്കെന്നെ മേക്കപ്പ് ബോക്സ് ഒട്ടിക്കാനായിട്ട് ഇത്ര ധൈര്യം? ഇവനൊരു നടക്കമോ? എന്റെ ഇന്റർവ്യൂ ചരിത്രത്തിൽ ഇത്രയും ഞാൻ വേർപ്പ് പൊട്ടിച്ച. ഓക്കെ, പുഷ്പ 2 കണ്ടോ? പുഷ്പരാജിന്റെ സിനിമ. പാറുവിനെ വേണോ, വേദുവിനെ വേണോ, മിമ്മൂസിനെ വേണോ? നമുക്ക് കളിക്കാൻ പോവാം. നിന്റെ പരീക്ഷ എത്തിയേ? അതോർത്ത് വേവലാതി വേണ്ടച്ച. അവളുടെ പഠിത്തം ടീച്ചിങ് കാർഡ് നോക്കിക്കോളൂ. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. വെൽക്കം ടു ദ കെന ഷോ ആൻഡ് ദ ടൈറ്റിൽ സ്പോൺസർ ടീച്ചിങ് കാർഡ് ആൻഡ് സിം ആൻഡ് സാംസ്. സോ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മൈൽ സ്റ്റോൺ ഫാമിലി ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് കുറച്ച് കുട്ടി സ്റ്റാർസിനെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട മിമ്മൂസ്, വേദു, ആദു ആൻഡ് പാറുക്കുട്ടി. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ഓ, ഇത് ടീച്ചറും സ്റ്റുഡന്റ് ഒക്കെ പോലെ. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് ടീച്ചർ. ഓക്കെ, നല്ല 3 സുന്ദരിമാരും ഒരു സുന്ദരനും. നല്ല ഭംഗിയുണ്ടല്ലോ എല്ലാരെയും കാണാനായിട്ട്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ഈ 3 സിംഹ കുട്ടികളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സിംഹ കുട്ടനുണ്ട്, സ്പെക്സ് ഒക്കെ വെച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? അതും അടിപൊളി. അടിപൊളി. ഓ, എന്നെ സുന്ദരന ആദ്യം ഞാൻ നേരിട്ട് ആദ്യമായിട്ടാ കാണുന്നത്. നല്ല സുന്ദരനാണല്ലോ. എല്ലാരും പറയാറുണ്ടോ അത് സുന്ദരനാന്ന്? ആരൊക്കെ പറയാറ്? എല്ലാരും പറയാറുണ്ട്. എങ്ങനെ പറയാറ് ആദുവിനോട്? ഓഫ്, അത് കേൾക്കുമ്പോ ആദുവിന് എന്താ തോന്നുന്നേ? എന്താ മൈൻഡോ? എന്നുവെച്ചാ മൈൻഡ്. ഓക്കെ, അത് ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കണം കേട്ടോ. സോ മിമ്മൂസേ നല്ല സുന്ദരിയായിട്ടുണ്ട്. ചേച്ചി നല്ല സുന്ദരിയായിരിക്കും. ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ടേക്ക് എടുത്തിട്ട്. പക്ഷെ തോന്നി മിമ്മൂസിന് മാത്രമേ അത് മനസ്സിലായുള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടം വരെയായി ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? ക്രിസ്മസ് എന്താ പറയാ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. 25-ാം തീയതി കാത്തിരിക്കാണ്. വീട്ടിൽ എങ്ങനെ സ്റ്റാർ ഒക്കെ ഇട്ടോ? സ്റ്റാർ ഒക്കെ ഇട്ടു. ഓക്കെ, 2-ാം തീയതി തന്നെ ഇട്ടു. ഓ, മിമ്മൂസ് ആ കാര്യത്തിലൊക്കെ മിടിക്കുകയാണ്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. ആരാ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്നത്? ഞാനാണ് ടീച്ചർ. ഓക്കെ, വേദു എന്തൊക്കെയുണ്ട്? കൊറേ നാളിന് ശേഷമാണല്ലോ ചേച്ചി കാണുന്നേ. ഓ മൈ ഗോഡ്, ഷൂട്ടിംഗ് തിരക്കാണോ? സെറ്റിൽ നിന്ന് സെറ്റിലേക്കുള്ള യാത്രകളല്ലേ വേദു? അല്ലെ, ചേച്ചിയുടെ അടുത്ത് ഇന്റർവ്യൂവിന് ശേഷം ഭയങ്കര വെച്ചടി കയറ്റമാണെന്ന് ചേച്ചി അറിഞ്ഞു. സത്യമാണോ? സത്യമാണ്. ഓക്കെ, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് വീട്ടിലിരിക്കാൻ സമയമുണ്ടോ അതോ ഷൂട്ടിംഗ് സ്ഥലത്തായിരിക്കോ? ഷൂട്ടിംഗ് സ്ഥലത്താണ്. ക്രിസ്മസ് പോലും കൊച്ചിനെ ആഘോഷിക്കാൻ പറ്റുന്നില്ല അല്ലെ? ഒന്ന് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കണം എന്നൊക്കെ കൊതിയാവുന്നുണ്ടോ? സ്കൂളിൽ പോണം, പഠിക്കണം എന്നൊക്കെ
അതില് മാത്രം കൊതിയില്ല അല്ലെ. ഓക്കെ, ഇവിടെ ഒരു പ്രിൻസസിനെ പോലെ ദേ ഒരു മിടുക്കി ഇരിക്കുന്നുണ്ട്, ക്രൗണൊക്കെ വെച്ച്. എന്നെ തന്നെയാ ചേച്ചി ഉദ്ദേശം, പാറുക്കുട്ടീനെ തന്നെയാ. പാറു എന്തൊക്കെയുണ്ട്? സുഖം. സുഖം. അയ്യോ, ഭയങ്കര ലോ വോയിസിലാണല്ലോ പാറു, ഒച്ചത്തിൽ സംസാരിക്കണം കേട്ടോ. അതും ഇതിൽ ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ട? അതുവിന് മിമ്മൂസിനെയാണോ, വേദുവിനെയാണോ, പാറുവിനെയാണോ? ആരും ഇഷ്ടമില്ലേ? ചേച്ചിന് ഇഷ്ടായോ? ചോദിച്ചു മേടിച്ച പോലെ. എന്താ ഞങ്ങൾ ഇതേ നല്ല സുന്ദരികളായിട്ട് മിമ്മൂസ് ചേച്ചിനെ നോക്കിക്കുക, നല്ല അടിപൊളി റെഡ് ഗൗൺ ഒക്കെ ഇട്ട് വന്നിക്കണു. ഞാൻ ഇത്രയും ഭംഗിക്ക് വന്നിട്ട് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല? ന്യൂ എങ്ങനെയുള്ള ചേച്ചിമാരെ ഇഷ്ടം? ഉമ്മീനെ പോലെയുള്ള ചേച്ചിമാരെയാണോ ഇഷ്ടം? ഉമ്മീനെ തന്നെയാണ് ഇഷ്ടം. ഉമ്മി കഴിഞ്ഞിട്ട് ഉമ്മിയും ബാപ്പി അല്ലാണ്ട് ആരെ ഏറ്റവും ഇഷ്ടം? വേറെ ആരുമുണ്ട്. വേറെ ആരാ? റിഫി കൊച്ച. ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണല്ലോ. എനിക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡിക്ഷണറിയിൽ നമുക്ക് കണ്ടെത്തുന്നതായിരിക്കും. നമുക്ക് ഉമ്മയുടെ തന്നെ ചോദിക്കാം ആരെ കുറിച്ചാണ് പറയണത്. ഓക്കെ വേദു, എന്തിനാ നമ്മള് വീട്ടില് സ്റ്റാർ ഇടണേ? എന്താ സ്റ്റാർ ഇട്ടാൽ എന്താ പ്രത്യേകത? സ്റ്റാർ ഇട്ടാ വീട്ടിൽ ലൈറ്റ്. ഓക്കെ, എല്ലാം അറിയാമെന്ന കോൺഫിഡൻസിൽ നമുക്ക് മിമ്മൂസിനോട് ചോദിക്കാം. എന്താണ് ക്രിസ്മസ് മിമ്മൂസ്? ക്രിസ്മസ് എന്ന് വെച്ചാ എന്താ? സാന്റാക്ലോസ് വരുമ്പോ ഇവർക്ക് എല്ലാവർക്കും സാന്താക്ലോസ് വരും പോവും, അതാണ് പിള്ളേരുടെ മനസ്സിൽ ക്രിസ്മസ്. ഗിഫ്റ്റ് എടുത്തിട്ട് പോവും. അതൊരു ഗിഫ്റ്റ് തന്നിട്ട് പോവും. അതാണ്. ചേച്ചി ഞങ്ങളടുത്ത് ഇത്രയും ചോദിച്ചു ക്രിസ്മസ് എന്താണ്. ചേച്ചി പറ ക്രിസ്മസ് എന്താണ്? നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ജനിച്ച ദിവസല്ലേ? ഇതിന്റെ പുറത്തുണ്ട് ക്രിസ്മസ്. ഇതിന്റെ പുറത്തുണ്ട് കേക്കൊക്കെ കൈ പിടിച്ച് പിള്ളേരുടെ മനസ്സിൽ ഇതൊക്കെയാണ് ക്രിസ്മസ്. ക്രിസ്മസ് ആയിട്ടുണ്ട് സാന്താക്ലോസ് വരും, കേക്ക് കൈപിടിച്ച് കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടും എന്നൊക്കെയാണ്. അതെ, പാറുക്കുട്ടിയുടെ പാരഡി ഒക്കെ ഭയങ്കര വൈറലാണ്, ഭയങ്കര രസമാണ്. ഭയങ്കര എളിമയുള്ള ഫസ്റ്റ് ക്ലാസ് സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു പാറുക്കുട്ടി. ക്രിസ്മസിനെ പറ്റി എന്തെങ്കിലും പാരഡി സോങ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? പഠിച്ചിട്ടില്ല? ഇല്ല. എന്നാ ഒരു പാരഡി, ഇഷ്ടമുള്ള ഒരു പാരഡി സോങ് പാടിക്കേ, കേക്കട്ടെ. പാർക്കുട്ടി കഴിഞ്ഞിട്ട് കൊച്ചു പാടാം. സെറ്റ്. ഓക്കെ, കൊച്ചിന് ഇഷ്ടമുള്ള ഒരു പാരഡി പാട്ട് പാടിക്കോ. അകില് നികില് കടയിൽ പോയി ചന്ദനത്തിരി വാങ്ങി വാ, നടക്ക് 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 നടക്ക്. അകില് നികില് കടയിൽ പോയി ചന്ദനത്തിരി വാങ്ങി വാ, നടക്ക് 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 നടക്ക്. ഓ സൂപ്പർ, പാർക്കുട്ടി കൈ അടിക്കാതോ, പൊളിയായിട്ടില്ലേ? ഇനി അത് പാടിക്കോ. നീല നീലവേ നിലവിനകലെ താനമരികെ വിരിയും ചിരികെ താനെ ഉയര ചിനവിനറിയാൻ തോനെ ഉയരും മനസ്സിൽ വരുതേ താനെ മാറിയെന്റെ ലോകവും മിന്നിയെന്തിലാകെ തോന്നിയുന്തലും നീ തുകൾ പോലെ കാച്ചിൽ വന്നൽ രഞ്ചിൽ തൊട്ടില്ലേ ജീവനെ. വിത്ത് ബീജ സൂപ്പർ. ഇവരോട് ചോദിച്ചേ ഇഷ്ടായോന്ന് ചോദിച്ചേ. ഇഷ്ടപ്പെട്ടോ? എന്നെയാണോ പാട്ടാണോ ഇഷ്ടായെന്ന് ചോദിച്ചു കൂടുതല്? എന്താ? അത് ഞാൻ പറയില്ല. അത് പറയില്ലാന്ന്. ഈ ബമ്പർ ചിരിയിലത്തെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആരാ എഴുതുന്നത്? അതെ, ഒരു ചിരി ഇരുചിരി മുതുചിരിയോ? അതെ, ബമ്പർ ചിരി. അതിൽ ഈ ചേച്ചി ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? മിമ്മൂസ് പോയായിരുന്നോ? കൊച്ചും പോയോ? കാർത്തിക് സൂര്യനെ കണ്ടു. വേറെ ആരൊക്കെ കണ്ടു? മഞ്ജു ചേച്ചിനെ കണ്ടു. വേറെ ആരെയൊക്കെ കണ്ടു?
ആ പിഷാരടി ഏട്ടൻ. അതിലാരാ ഏറ്റവും ഇഷ്ടം? ആരെയാ? മഞ്ജു ചേച്ചി. ഓ, മഞ്ജു ചേച്ചിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? കാർത്തിക് മുഖം മുഖമാണ് എനിക്ക്. കാർത്തിക് സൂര്യന് ഇഷ്ടായില്ല? ഇഷ്ടായി. ഈ സിനിമ നടന്മാരിലെ നടിമാരിലേക്ക് ആരെ ഏറ്റവും ഇഷ്ടം? മഞ്ജു ചേച്ചി. നടന്മാരോ? ഇഷ്ടപ്പെട്ട നടൻ ആരാ? മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, ദുൽഖർ സൽമാൻ ഉണ്ട്. ദുൽഖർ സൽമാൻ. ഓക്കെ. എന്താ ദുൽഖർ ഏട്ടന് ഇഷ്ടപ്പെടാൻ കാരണം? എല്ലാവരും മുഖം കണ്ടിട്ടോ കൊച്ചിനെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു റാമ്പാക്ക് ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിൽ ആരെ വിളിക്കണം? അത് സെലക്ട് ചെയ്തോ. പാറുവിനെ വേണോ, വേദുവിനെ വേണോ, മിമ്മൂസിനെ വേണോ? വേദു. ഓക്കെ. അപ്പൊ വേദു ആയിട്ടൊന്ന് നടക്കോ? ആ ഓക്കെ, സെറ്റാണ്. ഓക്കെ. അത് അതിനോട് ഇനി ഞാൻ അത് നേരത്തെ ചെയ്യിച്ചോ. ആഹാ. ഹലോ, ഇവരുടെ സീറ്റിംഗ് മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് ഹലോ, അത് പേടിപ്പിക്ക. സ്പെക്സ് നൂറ് ഒന്ന് മുഖം കാണട്ടെ ഒന്ന്. ചോക്ലേറ്റ് മേടിച്ചു തരാം ചേച്ചി. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചേച്ചി? ഈ ഹെയർ ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? ചോക്ലേറ്റ് വേണോ? വേണ്ട. ഇതില് കയറി കളിപ്പിക്കണോ ചേച്ചി? വേണ്ട. എന്താ വേണ്ട കൊച്ചിന്? ഒന്നും വേണ്ട. അത് ചേച്ചി ചോദിക്കുന്നതിന് ഉത്തരം പറയോ? ഓക്കെ. ചെറുതായിട്ടൊന്ന് വീണ്ടും ചമ്മിയിട്ടുണ്ട്. നീ എന്നെ ഇങ്ങനെ ചമ്മിപ്പിക്കല്ലേ. ഞാൻ നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലേ വന്നത്. ഓക്കെ, അതെല്ലാം ചേച്ചി പറയാം. ഓക്കെ, മിണ്ടാതിരിക്കില്ലേ? മിണ്ടാതിരിക്കോ? ഓക്കെ, ഞാൻ വേദു ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. ഓക്കെ. ഈ ചേട്ടന്മാര് ഭയങ്കര സാധന. ചേട്ടന്മാര് വഴക്ക് പറയൂ കേട്ടോ. വേദുവിന് പ്രണവ് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ചേച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് പ്രണവ് മോഹൻലാലിനെ കാണാൻ പറ്റിയോ? പറ്റിയില്ല. ഈ അടുത്തൊരു കുറച്ച് നാള് മുന്നേ വർഷങ്ങൾക്ക് ശേഷം മൂവി ഇറങ്ങിയായിരുന്നു. അത് കണ്ടോ? ഓ, ഭയങ്കര തിരക്കാണ് ചേച്ചി. എനിക്ക് സിനിമ കാണാൻ പോലും സമയമില്ല. വേദുവിന്റെ എങ്ങനെയാ വീട്ടിൽ ഇപ്പൊ സമയം, ബിസി ഷെഡ്യൂൾസ് ഒക്കെ എങ്ങനെയാ പോകുന്നത്? ഒരു ദിവസം എങ്ങനെയാ പോണേ? ഒരു ദിവസം ചിലപ്പോ അതൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലൊക്കെ പോട്ടെ. സമയമില്ല എന്ന് മാത്രം. ഓ, കിട്ടിയിട ചെറുതായി. ഇവൻ സൈഡിൽ നിന്ന് ചെറുത് നൈസായിട്ട്. ഓ, പേടിച്ചു കഴിഞ്ഞു. ഞാൻ എന്നെ തല്ലാൻ വരുമായിരിക്കും. മിമ്മൂസിന് ഇപ്പൊ സീരിയലിൽ ഇപ്പം കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. മണിമുത്ത് അല്ലേ? ഓക്കെ. അതില് ഗംഭീര പ്രകടനമായിരുന്നു. നല്ല വില്ലത്തി അല്ലേ? ഒരു യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഈ ചേച്ചി നല്ലൊരു നടിയാ. സൂപ്പറായിട്ട് അഭിനയിക്കും. ചേച്ചിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കേട്ടോ? ഓക്കെ. അപ്പം ഇടയ്ക്ക് വില്ലത്തിയാക്കി, പിന്നെ പാവമാക്കി, പിന്നെ വില്ലത്തിയാക്കി. വില്ലത്തി റോള് ചെയ്യാൻ ഇഷ്ടമാണോ പേഴ്സണലി? എല്ലാം ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം എങ്ങനെ പാവം റോൾ ചെയ്യണയാണോ അത് ഇങ്ങനത്തെ വില്ലത്തി ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ?
എന്ത് ചെയ്താലും ഒരുപോലെയാണ്. പക്ഷെ നോർമൽ എനിക്കില്ല ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. മണിമുട്ടലത്തെ ഏതെങ്കിലും മറ്റേ വില്ലത്തി ആയിട്ട് നിന്ന ഒരു ഡയലോഗ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇവിടെ നോക്കോ അല്ലെങ്കിൽ ആ ഡയലോഗ് തന്നെ വേണമെന്നില്ല. ഒന്ന് ആദൂനെ ഒന്ന് പേടിപ്പിച്ചോന്ന്. അയ്യോ, എന്നെ പേടിപ്പിക്കുന്നില്ല. അതെ, ആദൂനെ ഒന്ന് നോക്കി അഭിനയിച്ചോ. ആദൂന്റെ എക്സ്പ്രഷനാ. അതെ, ആദു ചേച്ചിനെ നോക്കിയിരുന്നോ? ചേച്ചി ഇപ്പൊ അഭിനയിക്കും. ഞാൻ എന്തോ അഭിനയിക്കാൻ. അല്ല, ഒന്ന് ചൂടായിരിക്കും. ചൂടാവണമല്ലോ അഭിനയിച്ചോ. അവന്റെ എക്സ്പ്രഷൻ എന്താന്ന് നോക്കാൻ. അയ്യോ, കരയോ? അതെങ്ങനെയുണ്ട് ചേച്ചിയുടെ അഭിനയം? അയ്യോ, ഞാനോർത്ത് ഇപ്പൊ കരയുന്നത്. പക്ഷെ അങ്ങ് വന്നില്ല. ആ ഒരു ഒറ്റ സെന്റൻസ് അല്ല. അതിന് കിട്ടിയ അവസരം നമുക്ക് ഇന്ന് അതിനൊന്നും മനസ്സിലാവില്ല. അഭിനയിച്ചോ? അതൊന്നും കൂടെ നോക്കിയേക്ക് ചേച്ചിയുടെ മുഖത്തേക്ക്. അന്റെ അഭിനയം നോക്കണേ. ഓക്കെ, ചിരിപ്പിക്കല്ലേ ചേച്ചി, അഭിനയിക്കട്ടെ. ചിരിക്കരുത് അത്. ഓക്കെ. എന്തെങ്കിലും കൊച്ചിന് ഇഷ്ടമുള്ള ആ സെയിം ഡയലോഗ് വേണമെന്നൊന്നുമില്ല. ആദ്യം ഇപ്പൊ ഒരു സാധനം കൊച്ചിന്റെ പൊട്ടിച്ചു, മിമൂസിന്റെ ഒരു വള അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ബോക്സ് പൊട്ടിച്ചു. എന്നിട്ട് ആദുനെ ചീത്ത പറ. ഒറ്റ മിനിറ്റ്, ചീത്തകളൊക്കെ ആലോചിക്കട്ടെ. അത് മിമൂസിന്റെ മേക്കപ്പ് ബോക്സ് പൊട്ടിച്ചല്ലേ? കിട്ടും ഇന്നിപ്പൊ കിട്ടും. ഓക്കെ, സെറ്റ്. ഓക്കെ. ഇവൻ ഒരു നടക്കുമോ? കൊച്ച് ദേഷ്യാണ്. അത് ചിരി വരുന്നത്. നീ ഒന്ന് അഭിനയിക്ക്, വിഷമിച്ചിരിക്കും. വിഷമിച്ചിരിക്കെ, കരയണ പോലെ കാണിക്ക്. ഇങ്ങനെ കാണിക്ക്. കരാ. അന്നിങ്ങനെ സങ്കടപ്പെട്ടിരുന്നോ? ഒന്നും പറയണ്ട. ഒന്നും ചെയ്യണ്ട. ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കോ. മേക്കപ്പ് ബോക്സ് ഒന്ന് പറ. മേക്കപ്പ് ബോക്സ് പൊട്ടിക്കാൻ മാത്രം എന്താ ഇത്ര ധൈര്യം? ചോദിച്ചായിട്ടില്ലേ? നോക്കി പേടിപ്പിക്കുക. കണ്ണുകുത്തി പൊട്ടിക്കുന്നു. കണ്ണ് ഞാൻ കുത്തി പൊടിക്കും. സീനായി അതു. മതി. ഇത് അഭിനയ. വിട്ടേക്ക്. ഇത് അഭിനയ. എങ്ങനെയുണ്ട് അഭിനയം? എങ്ങനെയുണ്ട് ചേച്ചിയുടെ അഭിനയം? എങ്ങനെയുണ്ട്? കൊള്ളാം. അതിന്റെ വഴി എന്ന് പറഞ്ഞ കേക്കണെങ്കി സൂപ്പർ. ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടു. അതിനെങ്ങനെ അഭിനയിക്കാൻ അറിയോ? ഇല്ല, ഇങ്ങനെ ആക്ട് ചെയ്യാൻ അറിയത്തില്ല. അതിന് വലുതാവുമ്പോ ആരാകണം എന്ന് ആഗ്രഹം? സൂപ്പർ സ്റ്റാർ ആവണമെന്ന്. വലിയ സിനിമാ നടനാകണം എന്നാണോ? പഠിച്ച ആരെങ്കിലും ആകണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഇങ്ങോട്ടൊക്കെ ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ ആരെങ്കിലും ആകണം എന്ന് ആഗ്രഹം ഉണ്ടോ? അതൊന്നും നമുക്ക് അറിയത്തില്ല ചേച്ചി. എന്നോട് ഇങ്ങനത്തെ എഞ്ചിനീയർ. എഞ്ചിനീയർ ആണെന്ന്. ഓക്കെ. ദേ, ഇവിടെ ഇപ്പുറത്തിരിക്കുന്ന പാറു ചേച്ചിനെ കണ്ടോ? കണ്ടു. സുന്ദരിയായിട്ടില്ലേ? നീ നോക്കിക്കേ. ഇത് ഇവിടെയൊക്കെ ക്രൗൺ ഒക്കെ വെച്ച് നല്ല രസമില്ലേ? അതിന്റെ അത്ര ഭംഗിയില്ലെങ്കിലും കുറച്ച് ഭംഗിയില്ലേ? ഇല്ല. ഓക്കെ, വിട്ടേരെ. അവൻ ആർക്കും ആരെയും ഭംഗിയില്ല. പക്ഷെ പാറുവിനെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ പാറു, അടുത്തൊരു പാട്ടും കൂടെ ഒരെണ്ണം പാടിയിട്ട് നമുക്ക് ഉഷാറായിട്ട് തുടങ്ങിയാലോ? ഒന്നും കൂടെ. ഇപ്പൊ എനർജി ഒക്കെ വന്നില്ലേ? വന്നു. ഒച്ചത്തിൽ പാടണം. ഓക്കെ. പാറുവിന്റെ റീലിൽ ഒരുപാട് പാരഡി സോങ്സ് ഒക്കെ മില്യൺ വ്യൂസിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് നേരിട്ട് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു പാട്ടും കൂടെ ചേച്ചിക്ക് പാടിത്താ. ഷർട്ട് എടുക്കടാ, ഇട്ട് നോക്കടാ, ലൂസാണെങ്കിൽ മാറ്റി വാങ്ങടാ, ചിക്ക് ചിക്ക ചിക്ക് ചിക്ക. തീർന്നോ? ആസ്വദിച്ച് വന്നപ്പോഴത്തേനും കുറച്ചെന്റെ ലൈൻസ് തീർന്നു. ഇത്ര പെട്ടെന്ന് തീർന്നു. ചേച്ചി സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലേ? ഓക്കെ, വേദു പാട്. നീ ജനിച്ചാലന്നു നമുക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ നമുക്ക് ദുഃഖ വെള്ളി ആഴ്ച.
ആയും തൊട്ട് നിങ്ങൾ ആയും തൊട്ട് പാടുകയാണ്. ഓക്കെ, ലിറിക്സ് ഓർമ്മ വന്നോ? നീ ജനിച്ചാൽ അന്ന് നമുക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച, 30 വെള്ളിക്കാശിന് യേശുവിന് ഒറ്റിക്കൊടുത്തില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നോളും. യേശു വെറും പാവമായി, യൂദാസ് ഭയങ്കര സാധന, ഓമനപ്പുഴ കടപ്പുറത്തെന്നേശുവേ എന്നേശുവേ. ഓ സൂപ്പർ. ഒരു പൂത്തരാമോ, ഒരു കായ്ത്തരാമോ, പൂക്കളുമായതൊരു വായനരന്തേ, വായതനും വായനനും മായത്തരന്തേ, അങ്ങനെ നീ ചിന്നാരമേ ചിന്നാരമേ. ഒരു വേർഡ് ഇട്ടിയാച്ചാ മതി, അതിലങ്ങ് പാട്ട് പാടിക്കോളൂ. ഓക്കെ, പാറു, ഈ പാറുവിന് ഇങ്ങനെ പാരഡി സോങ്സ് പാടാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ എങ്ങനെ മനസ്സിലായത്? പാറു എന്ത് ചോദിച്ചാലും സൈഡിൽ അമ്മയുള്ളോണ്ട് അമ്മയുടെ എനിക്ക് പാറ മറ്റേ പാട്ട് പാടണമെന്നുണ്ട്. ഏത് പാട്ടാ? ഒരു സോങ് ഉണ്ടല്ലോ, ചുണ്ടത്ത് ലിപ്സ്റ്റിക് തേച്ച്. അതെ 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 അതെ. എനിക്ക് അതന്നെ, ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ട് തേച്ചു എനിക്ക്, അതുകൊണ്ട് ചപ്പാത്തി തേച്ച് പിടിച്ചു. പാട്ട് തന്നെ, ആ പാട്ട് പാടിയേക്കണ പാറ ചേച്ചിയാ. അത് ഇടയ്ക്ക് യൂട്യൂബ് എടുക്കുമ്പോ അത് മാത്രം എനിക്ക് തോന്നുന്നു അതിലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള പാട്ട് അതല്ലേ പാറുവിന്റെ? അല്ലേ, കോടിക്കണക്കിന് ആൾക്കാർ കണ്ട പാട്ടില്ലേ? അപ്പൊ അതൊന്ന് പാട്. ചുണ്ടത്ത് ലിപ്സ്റ്റിക് തേച്ചു മിനിക്ക്, അത് കണ്ട് അപ്പാപ്പൻ ചീത്ത പറഞ്ഞു, തുപ്പടി തുപ്പടി സീത്താനെ തുപ്പടി തുപ്പടി തുപ്പ്, തുപ്പടി തുപ്പടി സീത്താനെ തുപ്പടി തുപ്പടി തുപ്പ്. പോയി. അല്ല, ഇഷ്ടായോ? നീ വേദുവിനെ പേടിപ്പിക്കല്ലട്ടാ. ഓക്കെ വേദു, ഇപ്പൊ ഈ അയ്യപ്പന്റെ ഡയലോഗ് ഇല്ലേ, ഇപ്പൊ ഭയങ്കര ഒന്നും കൂടെ വൈറലായിട്ടുണ്ട് അല്ലേ ചെയ്തതൊക്കെ? ഓക്കെ, ഇപ്പൊ അയ്യപ്പന്റെ ഡയലോഗ് ഒന്നും കൂടെ വൈറലൊക്കെ ആയിട്ടുണ്ടല്ലോ. അത് മോനെ ചേച്ചി മിഠായി തരാം, മിഠായി തരാം, അനങ്ങായിരിക്കോ? എന്താ ഇഷ്ടമുള്ള അത് തരും ചേച്ചി, ഉറപ്പ്. ഒന്നും വേണ്ട. ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഞാൻ വേദുവിനോട്? പ്ലീസ്. ആദു പിണങ്ങി. പിണങ്ങിയോ ആദു? പിണങ്ങിയോ? എന്താ ആദു? അത് പിണങ്ങല്ലേ ആദു? പിണങ്ങല്ലേ പ്ലീസ്. എന്താ പിണങ്ങിയത് എന്താന്ന് പറ. ആരോട് പിണങ്ങി? എന്നോടാണോ? അത് ഞങ്ങളോടാണ്. അതെ, എന്നോടാണോ പിണങ്ങേ? എല്ലായിടത്തും പിണങ്ങല്ലേ അത് പ്ലീസ്. അതെ, പാറു ഒന്ന് പറഞ്ഞേ പിണങ്ങല്ലേന്ന് പറ. പറ അത് പിണങ്ങല്ലേന്ന് പറ. അപ്പൊ എന്തിനു പിണങ്ങിയെന്ന് പറ, കാര്യം പറ, കാര്യം പറ. ആദു ഞങ്ങൾക്ക് സങ്കടം വന്നു ആദു പിണങ്ങിയിട്ട്. വേദു കരയുന്നു. ആദു പറയല്ല ആദു പ്ലീസ്. അയ്യോ പറയല്ല, എനിക്ക് പേടിയാ. വാപ്പ എന്നെ അടിച്ചാലോ? വാപ്പിക്ക് എന്തോരുണ്ട് മസില്? 10 മസിലുണ്ടോ? എനിക്ക് ഒരു മസിലുള്ളൂ, ഒരു മസില്. പറയല്ലേ വാപ്പയോട് പ്ലീസ്, പറയല്ലേ പ്ലീസ്. എന്താ ഞാൻ എന്താ ചെയ്തത് എന്താന്ന് പറ. ആദു എന്താ പിണങ്ങിയത് പറ. ആദു ഉമ്മയോടും പറയല്ലേ. അയ്യോ അതിന്റെ ബാക്ക് കണ്ടാണ് ഞങ്ങൾ എല്ലാരും ഇരിക്കുന്നത്. വാവ്, നല്ല പൊസിഷനാണല്ലോ.
നല്ല രസമുണ്ട്. എന്താ എഴുതിയേക്കുന്നത്? എയർന്ന് കണ്ടു. ദാ എയർ. അതിന്റെ മുകളിൽ എന്താ എഴുതിയേക്കുന്ന കണ്ടില്ല. ദാ എയർന്ന് കണ്ടു ഞാൻ. ഉണ്ട്. ഓക്കെ, അപ്പൊ വേദു ചേച്ചി മിണ്ടണ്ട. കൊച്ചവിടെ അനങ്ങാതിരുന്നോ? അത് മിണ്ടില്ല കേട്ടോ. ഓക്കെ, സൂപ്പർ. വേദു ഓക്കെ ഓക്കെ പോവല്ലേ പ്ലീസ്. പ്ലീസ് അത് പോവല്ലേ. അത് പിണക്കി. അതും ഓക്കെ ആണേ. അപ്പൊ ഞാൻ വേദുവിന്റെ അടുത്തേക്ക് പോവാണേ. ഈശ്വര, ഇത് കഴിയുമ്പോഴത്തേനും എല്ലാരും എന്നെ അങ്ങ് ഇടിച്ചിട്ട്. ഓക്കെ, അതിങ്ങനെ നോക്കല എനിക്ക് പേടിയാവണു. അതും ഞാൻ കണ്ടിട്ട്. ഓക്കെ ഓക്കെ ചേച്ചി വരുവോ. വേദുവിന്റെ മറ്റേ വൈറലായ ഓ മൈ ഗോഡ്, എന്റെ ഇന്റർവ്യൂ ചരിത്രത്തിൽ ഇത്രയും ഞാൻ വേർപ്പ് പൊട്ടിച്ച ഓക്കെ. അത് പോവല്ലേ. അത് പ്ലീസ്, ഇത് കഴിഞ്ഞിട്ട് മറ്റേ കൊച്ചു മുതലാളിയുടെ ഇതില്ലേ, എന്റെ കൊച്ചു മുതലാളിയുടെ അതൊന്ന് ആക്ട് ചെയ്ത് കാണിക്കോ? അല്ല, ആ സെന്റൻസ് മുഴുവൻ കുറച്ച് ഉണ്ടല്ലോ, മൊത്തത്തിൽ കാണിക്കേ. ഇത്ര തമാശകൾ ഇനിയുമുണ്ടോ കയ്യിൽ? ഓക്കെ, നമുക്ക് ഷീലാമ്മയുടെ ഓർമ്മയില്ലേ? വേദുവിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഭയങ്കരമൊക്കെ ആയിട്ട്. ഇപ്പൊ കൊച്ചു മുതലാളിയായിട്ട് നമുക്ക് തൽക്കാലം ആ സൈഡിൽ ഇരിക്കുന്ന അതുനെ നോക്കാം. ഓക്കെ, അപ്പൊ അത് ഒന്നും കൂടെ ചെയ്യോ? എന്റെ കൊച്ചു മുതലാളി. ആ ഡയലോഗുകള് ആദ്യം തൊട്ടുള്ള ഞാൻ ഒരു ഡയലോഗ് പറയാം. ഏതാ ഒരു ഡയലോഗ് ഞാൻ പറയാം, കോമഡി സീനാ. അല്ല, ഇത് കഴിഞ്ഞിട്ട്, ഷീലാമ്മയുടെ കഴിഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു എന്ത് തുടക്കം തൊട്ട? ഓക്കെ, ഇവനെ നോക്കി പറഞ്ഞോ, ആദുനെ നോക്കേ പറഞ്ഞോ. അവനിപ്പൊ നമ്മള് കൊണ്ടിരുത്തേക്ക, അപ്പൊ അവനൊന്ന് ഇംപ്രഷൻ ചെയ്തോ. ഇത്തരം തമാശ സോറി എന്റെ കൊച്ചു മുതലാളി, ഇത്തരം തമാശകൾ ഇനിയുമുണ്ടോ കയ്യിൽ? എന്തിന്? ഒരു കുടത്തിലാക്കി കടലിൽ കൊണ്ടുപോയി ഒഴുക്കാനാ. അതെങ്ങനെയുണ്ട്? അതിന്റെ വായന്ന് കൊള്ളാന്നൊക്കെ കേക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഓക്കെ, ഇപ്പഴില്ലേ ഈ പുഷ്പ 2 കണ്ടോ? പുഷ്പ 2 കണ്ടിട്ട് പുഷ്പരാജിന്റെ സിനിമ ആക്ഷൻ ഒക്കെ അറിയോ? അതുന് ഒന്ന് കാണിച്ചു തന്ന്. പുഷ്പരാജിന്റെ ആക്ഷൻ ഒക്കെ അതില് മറ്റേ ഇപ്പൊ ഒരു വന്നല്ലോ, ഫീലിങ്സ്. ആ പാട്ട് അറിയോ? വേദുവിനെ അറിയോ? ഓക്കെ, വേദു ഒന്ന് പാടിക്കേ. സ്റ്റെപ്പാണ് അറിയാന്നേ. സ്റ്റെപ്പ് എല്ലാവർക്കും അറിയോ? അതുവിനെ അറിയാ. പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കളിക്കും ഇപ്പം. കണ്ണും കണ്ണും നോക്കിയ. ഓക്കെ, പാട്ടിട്ട് തരട്ടെ, കളിക്കോ?
അഭിനയിക്കാൻ അറിയാം അല്ലേ? അതൊരു പൊളിയാട്ടോ. അതിനൊന്നേ പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം ഞാൻ പൊളിയാന്നൊക്കെ. ചോദിച്ച ഇവരോട് സൂപ്പർ ആയിരുന്നോന്ന്? സൂപ്പറാണ്, അടിപൊളി. പിന്നെ അടിപൊളിയല്ലേ? പാറുവിനോട് ചോദിക്ക്. അടിപൊളിയാണ്. ഓക്കെ. അതിന് ഇപ്പൊ ഇതിൽ ആരെ ഇഷ്ടായത്? ഇപ്പോഴും വേദുവിനെ എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? മുഖം കണ്ടിട്ട്. മുഖം കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടോ? അതെ. വേദുവിനാണെങ്കിൽ അങ്ങ് ഇഷ്ടായി അതങ്ങ് പറഞ്ഞപ്പോ. വേദുവിന്റെ മുഖമാണ് ഇഷ്ടായേ? വേദുവിന്റെ മുഖമാണ് ഇഷ്ടായേ? അതെന്താ സംഭവം? മറ്റേ ഐ ലവ് യുന്റെ ഇതാണോ? അതിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അതു ഓക്കെ 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 ഓക്കെ. ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഗേൾ ഫ്രണ്ട് ഇല്ലേ? ആരുമില്ല. ചേട്ടനുണ്ട് ഗേൾ ഫ്രണ്ട്. പേര് പറഞ്ഞു കൊടുക്കടാ അബ്ദു. പേര് പറഞ്ഞു കൊടുക്കടാ. അബ്ദുവിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? എത്ര ഉണ്ടോ? 1 ആണോ 2 ആണോ 3 ആണോ? 3 5 ഗേൾ ഫ്രണ്ട് ഉണ്ട്. പേര് പറഞ്ഞു തന്നിട്ടുണ്ടോ അബ്ദു? പേര് പറഞ്ഞു തന്നിട്ടില്ല അല്ലെ? പേരറിയത്തില്ലേ അബ്ദുന്? അപ്പൊ അബ്ദു എന്തെന്ന് വിളിക്കാറ്? ഓക്കെ, കുറച്ച് ധ്യാനത്തിലിരിക്കാണ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, ഗെയിം കളിക്കാം. റെഡി ആണോ? അതെ, കളിക്കാൻ കൊതിയായിട്ട് വരാം. അപ്പൊ പ്രോപ്പർട്ടീസ് എടുത്തോളൂ. അപ്പൊ ഇത്രയും നേരം നമ്മൾ കൊറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലേ? അപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ ഒരു കുട്ടി ഗെയിം ഒക്കെ കളിക്കണ്ടേ? അതെ, ക്രിസ്മസിന്റെ കളർ മൊത്തത്തിൽ റെഡ് മയാണ്. അപ്പൊ നമുക്കൊരു ചെറിയ കുട്ടി ഗെയിമിലേക്ക് പോയാലോ? രണ്ടുപേര് വെച്ചാണ് കളിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ 2 പേര്, ഇപ്പൊ മിമ്മൂസും വേദും ഒരു പേരായിട്ട്, ആദും പാറും ഒരു പേര്. ഓക്കെ, എന്നിട്ട് ചേച്ചി ഇങ്ങനെ ബോൾ ഇങ്ങനെ സെന്ററിൽ വെക്കും. എന്നിട്ട് മിമ്മൂസും വേദും ഇങ്ങനെ ഓപ്പോസിറ്റ് നിക്കണം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മിമ്മൂസ് നിക്കണം, ഇപ്പുറത്ത് വേദു നിക്കണം. അപ്പൊ ചേച്ചി ഹെഡ് എന്ന് പറയുമ്പോ തലയെ തൊടണം, ഷോൾഡർ എന്ന് പറയുമ്പോ ഇവിടെ പിടിക്കണം, നീ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ മുട്ടിന്റെ ഇവിടെ പിടിക്കണം. ഓക്കെ, ബോൾ എന്ന് പറയുമ്പോ എടുക്കണം. ഓക്കെ, ഹെഡ് ഷോൾഡർ നീ ഇവിടെ പിടിക്കണം. ഓക്കെ, നീ. ഓക്കെ, ബോൾ എന്ന് പറയുമ്പോ എടുക്കണം. അപ്പൊ ഏറ്റവും ആദ്യം ബോൾ എടുക്കുന്ന ആള് ജയിക്കും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അത് രണ്ടുപേരും വന്നു. അത് അതും പാറ അവിടെ ഇരുന്നോ? ഇവര് കഴിഞ്ഞിട്ട് അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഹെഡ് ഷോൾഡർ നീ, ബോൾ എന്ന് പറയുമ്പോ മാത്രം എടുക്കുക. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഷോൾഡർ, ഹെഡ്, ഷോൾഡർ, നീ, ഹെഡ്, ഷോൾഡർ, നീ, ഹെഡ്, ഷോൾഡർ, നീ, ഷോൾഡർ, ഹെഡ്, ഷോൾഡർ, നീ, ഹെഡ്, നീ, ഷോൾഡർ, ബോൾ. ഇതൊന്നും ആരാ ആദ്യം മിമ്മൂസ്. ഓക്കെ, മിമ്മൂസ് ആണ് ആദ്യം ബോളി പിടിച്ചത്. ഓക്കെ, അപ്പൊ മിമ്മൂസ് ആണ് ജയിച്ചത്. ക്ലാപ്പ് ചെയ്തോ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ രണ്ടുപേരും വന്നിരുന്നോ? ഇനി ആദും പാറും. ബോൾ നടുക്ക് വെച്ചോ. ഓക്കെ, അതിന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, കളിക്കാം. ഹെഡ്, ഷോൾഡർ, നീ, ഹെഡ്, ഷോൾഡർ, നീ, ഹെഡ്, ഷോൾഡർ, നീ, ഹെഡ്, ഷോൾഡർ, ബോൾ. ആദ്യം എടുക്കുന്നവര് തോക്കുക. ചേച്ചി ചേച്ചിയായിട്ട് ഒന്നും കൂടെ കളിക്കാം. ട്രയലായിരുന്നു. ഒന്നും കൂടെ കളിക്കാം. അത് ട്രയലായിരുന്നു. ട്യൂഷൻ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ?
ഞാനില്ല. ഓക്കെ, വേദില്ല. ഇല്ല, മിമ്മൂസ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ട്യൂഷൻ എന്ന് പറയുമ്പോ ഇങ്ങനെ വേറെ സ്ഥലത്ത് പോയി പഠിക്കണം, യാത്രയൊക്കെ ചെയ്യാൻ ചിലവർക്കൊന്നും താല്പര്യം ഇല്ലല്ലോ, ഇഷ്ടമല്ലല്ലോ അല്ലേ? ഗിഫ്റ്റ് തരും. ഓക്കെ, അപ്പൊ വീട്ടിൽ തന്നെ ഒരു ട്യൂഷൻ ക്ലാസ് കിട്ടിയാൽ നല്ലതായിരിക്കില്ലേ? അതിഷ്ടാണോ? വീട്ടിൽ തന്നെ ഒരു ട്യൂഷൻ ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ? ഓക്കെ, അപ്പൊ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് യോഗ, മ്യൂസിക്, ഇൻസ്ട്രുമെന്റൽ എന്ത് ക്ലാസ് ആയാലും വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഓൺലൈൻ ക്ലാസ് കൂടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കില്ലേ? അതൊരു ഇൻഡിവിജ്വൽ ടീച്ചർ ഉണ്ടാവും നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. ആരാ പ്രൊവൈഡ് ചെയ്യണേന്ന് അറിയോ? ടീച്ചിങ് കാർഡ്. ടീച്ചിങ് കാർഡ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ത്? അത് ടീച്ചറും ഉണ്ടാവും, സാറും ഉണ്ടാവും. അതെ, ഇതിലും ഉണ്ട്. ടീച്ചിങ് കാർഡിലും ടീച്ചർമാരും ഉണ്ട്, സാറുമാരും ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഡ്രോയിങ് വേണമെങ്കിൽ ഡ്രോയിങ് പഠിക്കാം. ഡ്രോയിങ് പഠിക്കാം. യോഗ ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, മ്യൂസിക് ക്ലാസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും ടീച്ചിങ് കാർഡ് ആപ്പ് വഴി പഠിക്കാം. ഫ്രീ ഡെമോ ക്ലാസ്സും ഉണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് തരാം. ഓക്കെ, അപ്പൊ ടീച്ചിങ് കാർഡിന് ഇനി ട്യൂഷൻ ഒക്കെ പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, ഡ്രോയിങ്, യോഗ, മ്യൂസിക്, ഡാൻസ്, ഇൻസ്ട്രുമെന്റൽ ആയിട്ട് എന്ത് പഠിക്കണമെങ്കിലും ഇനി ആരെ സമീപിക്കണം? ക്രാഫ്റ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആരെ കോണ്ടാക്ട് ചെയ്യേണ്ടത്? ടീച്ചിങ് കാർഡ്. ആരെ പാറു? യെസ്, ടീച്ചിങ് കാർഡ്. ഓക്കെ, അപ്പൊ ചേച്ചി ഓരോരുത്തർക്ക് ഗിഫ്റ്റ് തരുവാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് തരുന്നത് കാക്കനാട് തൃക്കാക്കരയിലുള്ള ടോയ് ലാൻഡ് ഷോപ്പിൽ നിന്നാണ്. ഓക്കെ, വെൽക്കം. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് ടോയ് ലാൻഡിന്റെ വക ഗിഫ്റ്റ്. അതുണ്ട്. ഓക്കേ, പൊട്ടിച്ചോട്ടെ? ഇപ്പൊ പൊട്ടിക്കണ്ട, ഇപ്പൊ കഴിയും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത സ്ഥലം എവിടെയാ? ഇത് എവിടെ ഇരിക്കുന്നത്? സിം ആൻഡ് സാം എന്ന് പറഞ്ഞ ഒരു ഇൻഡോർ പ്ലേ സ്റ്റേഷന്റെ അകത്താ അല്ലേ? ഇവിടെ വന്നപ്പോ തൊട്ട് ഇവർക്ക് അതെ, ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോ തൊട്ട് ഇവർക്ക് ഇതിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടി ചാടി നടക്കാണ്. ഇത് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം അതും ഇതിലെല്ലാം കയറി കളിക്കും. ഇതിൽ എല്ലാം ഇഷ്ടായോ? ഇവിടുത്തെ എപ്പോഴേ അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഏത് ഏറ്റവും ഇഷ്ടം? ഈ ബാക്കിൽ കാണുന്നതാണോ? പൊട്ടിക്കില്ലേ. ഇവിടെ ഇതൊക്കെ ഇത് കളിക്കാൻ ഇഷ്ടമാണോ? ബാസ്കറ്റ് ബോൾ ഒക്കെ ഈ ബാക്കിൽ കാണുന്ന ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? കൊറേ ഇത് കഴിഞ്ഞിട്ട് കളിക്കാം. ഓക്കെ, ചേച്ചിന് ഇഷ്ടായോ? അവസാനം ഞാൻ ഇഷ്ടപ്പെടുത്തി. അപ്പം നമുക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു അറേഞ്ച്മെന്റ്സ് തന്നത് സിം ആൻഡ് സാം ആണ്, ഒബ്രോമാളിലാണ്. അപ്പൊ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പേരൻസിനൊക്കെ ഒരേപോലെ കുട്ടികളെ കൊണ്ട് സേഫ് ആയിട്ട് ഇരുന്ന ഒരു ഇൻഡോർ പ്ലേ സ്റ്റേഷൻ തന്നെയാണ് സിം ആൻഡ് സാമിലുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ, നമ്മൾ ആഘോഷിക്കാൻ വന്നപ്പോഴൊക്കെ ഇവരുടെ ശ്രദ്ധ മൊത്തം ബാക്കിലേക്കാണ്. സോ അടുത്തൊരു ഗിഫ്റ്റ് തരട്ടെ ചേച്ചി? ഓക്കെ, റാഡിസൺ ബ്ലൂ തരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കേക്ക് ഉണ്ട്. ക്രിസ്മസ് അല്ലേ, അപ്പൊ കേക്ക് വേണ്ടേ? ഓക്കെ, പ്ലം കേക്ക്. ഓക്കെ, ഇപ്പൊ റാഡിസൺ ബ്ലൂ തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്കും ഉണ്ട്. അതിനൊക്കെ ഇഷ്ടായി. ഓക്കേ, സന്തോഷായില്ലേ? സന്തോഷായി. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു മേരി ക്രിസ്മസ് ഉറക്കെ പറയാമോ? നിക്ക് ചേച്ചി റെഡി? 1 2 3 പറയുമ്പോ മേരി ക്രിസ്മസ് എന്ന് പറയണം. അപ്പൊ ഒന്നും കൂടെ എല്ലാരും ഒരുമിച്ച് പറയണേ. സോ റെഡി? ചേച്ചിയും കൂടെ ബാക്കിൽ വന്ന് നിൽക്കാം. ഓക്കെ, നടുക്ക് ഇന്നോട്ടെ. ഓക്കെ, ഇപ്പൊ കൊച്ചിന് സമ്മാനം കിട്ടിയപ്പോ ചേച്ചിന് ഭയങ്കര ഇഷ്ടായി. ഓക്കെ, അപ്പൊ ഒരുമിച്ച് ക്യാമറയെ നോക്കി മേരി ക്രിസ്മസ് പറയാം. റെഡി? 1 2 3 മേരി ക്രിസ്മസ്.